നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അജണ്ടയിലില്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ വിസിയും അംഗങ്ങളുമായി നടന്ന വാഗ്വാദം. ഇതിനെ തുടർന്ന് സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രശ്നങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ ഇതാ വിസി ഡോക്ടർ കെ ശിവപ്രസാദ് നിർണായകമായ നീക്കം നടത്തിയിരിക്കുന്നു. അനധികൃതമായി നടത്തിയ സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കിയ ഉത്തരവ് നേരിട്ടിറക്കി വിസി ഡോക്ടർ കെ ശിവപ്രസാദ്. ഉത്തരവിറക്കാൻ രജിസ്ട്രാർ തയ്യാറായില്ല. ഇതോടെയാണ് വിസി ഉത്തരവ് നേരിട്ടിറക്കിയത്. എന്തായാലും സാങ്കേതിക സർവകലാശാലയിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, ചാൻസലറായ ഗവർണർക്ക് ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വരുമോ? അദ്ദേഹം ഏത് രീതിയിലായിരിക്കും ഇടപെടുക എന്ന ഒരു ചോദ്യവും കൂടി ഇവിടെ ശക്തമാണ്. വിസിയുടെ അഭാവത്തിനെ തുടർന്ന് നടത്തിയ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നടപടികൾ റദ്ദാക്കിക്കൊണ്ടുള്ള വിസിയുടെ നിർദ്ദേശം ഉത്തരവായി ഇറക്കാൻ രജിസ്ട്രാർ വിസമ്മതിക്കുകയുണ്ടായി. ഇതോടെയാണ് സർവകലാശാലയിൽ വിസി രജിസ്ട്രാർ പോർ ശക്തമായത്. ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ രൂക്ഷമായി തുടങ്ങിയത്. ഇതോടെ യോഗം പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ അതിനുശേഷവും സിൻഡിക്കേറ്റ് അംഗങ്ങൾ അനധികൃതമായി യോഗം ചേർന്നു. ഇതിൽ രജിസ്ട്രാർ പങ്കെടുത്തു. എന്തുകൊണ്ട് ആ അനധികൃതമായി ചേർന്ന യോഗത്തിൽ രജിസ്ട്രാർ പങ്കെടുത്തു എന്നതിനൊരു വിശദീകരണം വിസി തേടിയിരുന്നു. പക്ഷെ മറുപടി നൽകാൻ രജിസ്ട്രാർ തയ്യാറായില്ല. സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കിക്കൊണ്ട് വിസി ഉത്തരവ് നൽകി. തനിക്ക് ഇറക്കാൻ കഴിയില്ലെന്ന് രേഖാമൂലം വിസിക്ക് മറുപടി നൽകി. ഇതിനെ തുടർന്നാണ് വിസി ഡോക്ടർ കെ ശിവപ്രസാദ് തന്നെ അനധികൃത സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് നേരിട്ട് ഇറക്കിയിരിക്കുന്നത്. സിൻഡിക്കേറ്റ് യോഗ തീരുമാനങ്ങൾ നടപ്പാക്കരുതെന്ന് എല്ലാ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർക്കും വിസി മെയിൽ വഴി കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതേസമയം ഈ ഒരു പോര് ഈ സർവകലാശാല ചട്ടപ്രകാരം വിസിയുടെ നിർദ്ദേശത്തിനും ഉത്തരവിനും അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായ രജിസ്ട്രാർ നടത്തിയത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് എന്ന ആരോപണം രജിസ്ട്രാർക്കെതിരെ ശക്തമാകുന്നുണ്ട്. ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഭരണം നടത്തുന്നത് കൊണ്ടാണ് CAG അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ പോലെയുള്ള വമ്പിച്ച സാമ്പത്തിക ക്രമക്കേടുകൾ നിയന്ത്രിക്കാനാകാത്തത് എന്ന ആരോപണവും ഇതിനോടകം ശക്തമാവുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ SFI പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. എന്താണ് SFIയുടെ പ്രതികരണം എന്ന് നമുക്ക് നോക്കാം. ഡിസംബർ 16-ന് ചേർന്ന സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് യോഗ തീരുമാനങ്ങൾ റദ്ദ് ചെയ്യാനുള്ള വൈസ് ചാൻസലർ കെ ശിവപ്രസാദിന്റെ ഉത്തരവ് ഏകാധിപത്യപരമെന്ന് SFI പ്രതികരിച്ചു. സർവകലാശാല പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള സുപ്രധാന തീരുമാനങ്ങളാണ് വിസി റദ്ദ് ചെയ്തിരിക്കുന്നത് എന്നതാണ് SFI ചൂണ്ടിക്കാണിക്കുന്നത്. വിസിയുടെ ഈ ഉത്തരവ് സർവകലാശാലയെ ഭരണസ്തംഭനത്തിലേക്ക് നയിക്കുമെന്നും SFI ആരോപിച്ചു. വിദ്യാർത്ഥികളുടെ പരീക്ഷ നടത്തിപ്പ്, വാല്യുവേഷൻ ക്യാമ്പ്, ഫലപ്രഖ്യാപനം ഇതൊക്കെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ എത്തിക്കുമെന്ന ഒരു ആശങ്കയും SFI മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയെ വളരെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. സംഘപരിവാർ ആഗ്രഹിക്കുന്നത് പോലെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇകഴ്ത്താനുള്ള നീക്കമാണ് വിസി നടത്തുന്നതെന്നും SFI കുറ്റപ്പെടുത്തി. സർവകലാശാല സിൻഡിക്കേറ്റിനെ വെല്ലുവിളിച്ച് ഏകാധിപത്യ സ്വഭാവത്തോടെ ഇടപെടുന്ന വൈസ് ചാൻസലർ ഈ സമീപനം തിരുത്തിയില്ലെങ്കിൽ വലിയ വിദ്യാർത്ഥി പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ, സെക്രട്ടറി PM ആർഷോ എന്നിവർ പ്രസ്താവനയിലൂടെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഗവർണർ, അതായത് സർവകലാശാല ചാൻസലറായ ഗവർണർ ഈ വിഷയത്തിൽ ഇടപെടുമോ എന്ന ചോദ്യമാണ് ഇനി ഉയരുന്നത്. അദ്ദേഹത്തിന്റെ ഇടപെടൽ എത്തരത്തിലായിരിക്കുമെന്നും ഏവരും ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.